ഹായ് കേഡറ്റ്സ് and welcome back to my channel. കേഡറ്റ്സ് 2026 എയർഫോഴ്സ് 01/2027 ഇൻടേക്കിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും 2026 ഈ ഒരു എയർഫോഴ്സ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ കാണുക. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഓരോ പോയിന്റ് എടുത്ത് ഞാൻ പറയുന്നതായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് എയർഫോഴ്സിലേക്ക് തിരഞ്ഞെടുക്കുന്ന മിക്ക കുട്ടികൾക്കും എയർഫോഴ്സിൻ്റെ സെലക്ഷൻ പ്രോസസ്സും ഫോം ഫില്ലിംഗ് പ്രോസസ്സും ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. മിക്കവരും ഒത്തിരി ചാൻസ് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ കാണുക. ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എന്തായാലും ലഭിക്കത്തില്ല. ഈ ഒരു വീഡിയോയിൽ കൂടി എയർഫോഴ്സ് 01/2027 ഇൻടേക്കിൻ്റെ ഏജ് ലിമിറ്റ് എന്താണ്, എലിജിബിലിറ്റി, സിലബസ്, എല്ലാ അപ്ഡേറ്റും, സെലക്ഷൻ പ്രോസസ്സും, ഫിസിക്കൽ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. ആദ്യമായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഫോർ രജിസ്ട്രേഷൻ ഇൻടേക്ക് 01/2027. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരും. ഇവിടെ എയർമാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ അസിസ്റ്റന്റിൻ്റെയാണ്. ഇതിൻ്റെയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾക്ക് വൈകുന്നേരത്തോടെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അഗ്നിവീർ വായു ഇൻടേക്കിൻ്റെയാണ്, എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിൻ്റെ. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം എല്ലാം ഫില്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊക്കെ, പിന്നെ എക്സാം ഡേറ്റ് എപ്പോഴാണ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, അഗ്നിവീർ വായു ഇൻടേക്ക് 01/2027 ഇൻടേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് 12th ജനുവരി മുതലാണ്. അതായത് ഇന്നലെ മുതൽ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1st ഫെബ്രുവരി 2026 ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഫോം ഫില്ലിങ്ങിന്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി ഫോം ഫില്ല് ചെയ്യേണ്ട സൈറ്റ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ ഒരു സൈറ്റിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് എക്സാം ഡേറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിനെ കുറിച്ച്. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇവിടെ ഫോം ഫില്ലിംഗ് ഡേറ്റ് കാണാം. പിന്നെ കുട്ടികളെ, നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 2026 മാർച്ച് 30-നും മാർച്ച് 31-നുമാണ്. ഈ ഒരു ദിവസം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. ഇപ്പോഴും നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നേവിയുടെ സെലക്ഷൻ പ്രോസസ്സുമായിട്ട് നല്ല ഡിഫറൻ്റ് ആണ് എയർഫോഴ്സിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങളുടെ ഓൺലൈൻ എക്സാം ആണ് വരുന്നത്. ആ ഒരു എക്സാമിന് നിങ്ങൾ എത്ര മാർക്കാണ് സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റേജ് 2-ൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 and 2 ആണ്. ഫസ്റ്റ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് SRT ആണ്, അതായത് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. അവിടെ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ വരും, 40 മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഫോളോ ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാം ബാക്ക് ടു ബാക്ക് വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് മനസ്സിലായി. ഇനി നിങ്ങളുടെ മുന്നിൽ അറൗണ്ട്ലി 75 ഡേയ്സ് ഉണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് വേക്കൻസി. കുട്ടികളെ, എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പും കൂടി ചേർന്നിട്ട് 4000+ വേക്കൻസിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത്രയും വേക്കൻസി സാധാരണ എല്ലാ തവണയും വരാറുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്താണെന്ന്. എല്ലാ കുട്ടികളും ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറയാൻ വിട്ടുപോയി, എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക്. കേട്ടോ കുട്ടികളെ, മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് പെൺകുട്ടികൾക്ക് പറ്റത്തില്ല. അവിടെ ഓൺലി മെയിൽ കേഡറ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്കോ ആൺകുട്ടികൾക്കും പറ്റും, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും പറ്റുന്നതാണ്. അത് നോട്ടിഫിക്കേഷനിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് എയർഫോഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ കുട്ടികൾ, ഇവിടെ നിങ്ങൾക്ക് കാണാം അൺമാരീഡ് ഇന്ത്യൻ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റ്സ് എന്ന്. ക്ലിയർ ആയല്ലോ? ഇനി ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1st ജനുവരി 2006-നും 1st ജൂലൈ 2009-നും ഇടയിലായിരിക്കണം. ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനിടയിലാണോ എന്ന്. നിങ്ങൾ അവിടെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏജ് എന്ന് പറഞ്ഞാൽ 21 ആയിരിക്കണം. അതാണ് ഈ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിനിടയിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. കുട്ടികളെ, എയർഫോഴ്സ് അഗ്നിവീർ വായു ഇൻടേക്കിലേക്ക് 2 ട്രേഡിന്റെ അപ്ഡേറ്റ് ആണുള്ളത്. എയർഫോഴ്സ് എക്സും പിന്നെ എയർഫോഴ്സ് വൈയും. ഈ 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ +2 പഠിച്ചൊരു കേഡറ്റ് ആയിരിക്കണം. ഇവിടെയും എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് എന്നൊരു ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2-ൽ സയൻസ് പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് +2-ൽ സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് എന്നൊരു ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കുട്ടികളെ, നിങ്ങൾക്ക് എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും
കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ബയോളജി സയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു കുട്ടിക്ക് വൈ അപ്ലൈ ചെയ്യാം, പക്ഷേ എക്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ കുട്ടികളെ. നോക്കൂ, ഇനി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടികളെ, എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സയൻസ് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ട് മാത്സ്, ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി ഉണ്ടായിരിക്കണം. അതായത് PCM ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം. ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഓവറോൾ 50% ഉണ്ടായിരിക്കണം. പിന്നെ ഇംഗ്ലീഷിനും 50% ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിന് നിങ്ങൾക്ക് 49% ആണെങ്കിലും നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പ്രോപ്പർ 50% അതിൻ്റെ ബോണ്ട് ആയിരിക്കണം. ക്ലിയർ ആയില്ല? 50% ഉണ്ടായാലും മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികളെ, ഇനിയാണ് എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാത്തത്. നോക്കൂ കുട്ടികളെ, നിങ്ങൾ +2 PCM പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2ലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്താണ്? നിങ്ങൾക്ക് 2ലേക്കും അപ്ലൈ ചെയ്യാം. നേരെ കഫേയിൽ പോവുക, അതിനകത്ത് ഓപ്ഷനുണ്ട്, 2ലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ 1 or 2 ഡേയ്സിനുള്ളിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. 2 ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ +2 PCM പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിൽ. പക്ഷേ +2 നിങ്ങൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലി വൈ ഗ്രൂപ്പ് മാത്രമേ പറ്റത്തുള്ളൂ. ക്ലിയർ? +2 PCM ഉള്ള കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈ അപ്ലൈ ചെയ്യാം. +2 നിങ്ങൾക്ക് PCM ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈ മാത്രമേ പറ്റത്തുള്ളൂ. ക്ലിയർ? പിന്നെ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് അവിടെ 2 ട്രേഡിനെ സെപ്പറേറ്റ് ഫീസ് അടയ്ക്കേണ്ട, ഒന്നിൻ്റെ മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഇപ്പോൾ എക്സ് ആൻഡ് വൈക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഫീസ് അടച്ചാൽ മതി. ക്ലിയർ? ബൈക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒറ്റ ഫീസ് തന്നെയുള്ളൂ. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് നോക്കാം, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ PST. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ആണ് 152 സെൻറ്റിമീറ്റർ. ലക്ഷദ്വീപ് കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ മതി. വെയിറ്റ് നിങ്ങളുടെ ഏജും ഹൈറ്റും അനുസരിച്ച് എത്രയാണോ വരുന്നത് അത്ര വേണം. നിങ്ങളുടെ വെയിറ്റ് 50 kg ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കണം. എന്തായാലും 50 and above kg ആയിരിക്കണം. ഓവർ വെയിറ്റ് ആകാനും പാടില്ല. മെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് സൈസ് മിനിമം 77 ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടുതൽ ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് PSTയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി സെലക്ഷൻ പ്രോസസ് നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിലെ സ്റ്റേജ് 1 എന്ന് പറയുന്ന ഓൺലൈൻ റിട്ടേൺ എക്സാം ആണ്. ഈ ഒരു ഓൺലൈൻ റിട്ടേൺ എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി സ്റ്റേജ് 1ൻ്റെ അപ്ഡേറ്റ്സ് നോക്കാം. അതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്നത്. അപ്ലൈ ചെയ്യുന്ന എല്ലാ കേഡറ്റും അറിഞ്ഞിരിക്കേണ്ടതാണ് സ്റ്റേജ് 1ൻ്റെ ഓരോ അപ്ഡേറ്റും. അപ്പോൾ നമുക്ക് സിലബസ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ എയർഫോഴ്സ് എക്സ് എന്നൊരു ഗ്രൂപ്പിന് അപ്ലൈ ചെയ്യുന്ന കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ മാത്സിൽ നിന്ന് വരും, ഫിസിക്സിൽ നിന്ന് വരും, ഇംഗ്ലീഷിൽ നിന്ന് വരും. നിങ്ങൾ വൈ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, റീസണിങ്ങിൽ നിന്ന് വരും, GK നിന്ന് വരും, മാത്സിൽ നിന്ന് വരും. ഉടനെ തന്നെ ഞാൻ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രോപ്പർ സിലബസ് അപ്ഡേറ്റഡ്, അതായത് മാത്സിൽ നിന്ന് എത്ര ക്വസ്റ്റൻ ആണ് വരുന്നത്, ഏതൊക്കെ ടോപ്പിക് പഠിക്കണം, ഫിസിക്സ്, ഇംഗ്ലീഷ്, പിന്നെ ഇവിടെ ഇംഗ്ലീഷ്, രാഗ, ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. എക്സ് എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. വൈ എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും, റീസണിങ്ങിൽ നിന്നും, GKയിൽ നിന്നും, മാത്സിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം എക്സാം ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, നേറ്റീവ് മാർക്കിംഗ് എന്താണ്, ഈ അപ്ഡേറ്റ്സ് എല്ലാം നോക്കൂ കുട്ടികളെ. നിങ്ങൾ എക്സ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും വൈ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ ആണ്. പിന്നെ നേറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 ആണ് നേറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓരോ കറക്റ്റ് ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തെറ്റിയാണെന്നുണ്ടെങ്കിൽ 0.25 നഷ്ടപ്പെടുന്നതായിരിക്കും. എക്സാം വരാൻ പോകുന്ന ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജിലാണ്. എക്സ് എന്നൊരു ഗ്രൂപ്പിലേക്ക് ടോട്ടൽ നിങ്ങൾക്ക് അവിടെ 70 ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ക്ലിയർ? വൈ എന്നൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും. 45 മിനിറ്റ്സ് ആണ് എക്സാം ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായല്ലോ. സിലബസ് ചെയ്യാൻ പറഞ്ഞു. എക്സാം പാറ്റേൺ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഇനി നമുക്ക് ഫേസ് 2 അപ്ഡേറ്റഡ് കാര്യം കൂടി നോക്കാം. ഫേസ് 2 വരുന്ന ഈവൻ്റ് ആണ് 1.6 കിലോമീറ്റർ റണ്ണിംഗ് മെയിൽ കേഡറ്റിന് വിത്തിൻ 7 മിനിറ്റ്, ഫീമെയിൽ കേഡറ്റിന് വിത്തിൻ 8 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. നെക്സ്റ്റ് ആണ് റണ്ണിംഗ് പാസ്സാൽ ഉടനെ തന്നെ നെക്സ്റ്റ് ആണ് 10 പുഷപ്പ്, 10 സിറ്റപ്പ്, 20 സ്ക്വാഡ്സ്. ഫീമെയിൽ കേഡറ്റ്സിന് 10 സിറ്റപ്പും 15 സ്ക്വാഡ്സും. ഇത്രയുമാണ് ഫിസിക്കൽ ടെസ്റ്റിലുള്ള ഈവൻസുകൾ. അപ്പോൾ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ, നിങ്ങളും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഉടനെ തന്നെ ഫോം ഫില്ല് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കുട്ടികൾ. ഒട്ടും നിങ്ങൾ മിസ്സാക്കരുത്. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ ലാസ്റ്റ് ഇൻടേക്കിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. എയർഫോഴ്സ് ഇൻടേക്ക്, ഇത് നേവി ഇൻടേക്ക്. നിങ്ങൾ എയർഫോഴ്സ് എന്നൊരു എക്സാമിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നേവിയിലേക്കുള്ള എക്സാമിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ തന്നെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എയർഫോഴ്സ്, നേവി
ആൻഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ ജനുവരി 19 മുതൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഈ ചാൻസ് നിങ്ങൾ ഒട്ടും മിസ് ചെയ്യരുത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് 3 ഫോഴ്സിലേക്കുള്ള പ്രിപ്പറേഷൻ ഒരൊറ്റ ബാച്ചിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അപ്പോൾ ചാൻസ് മിസ് ചെയ്ത് ഉടനെ തന്നെ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. വൈയുടെ ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. എക്സിൻ്റെ ടോട്ടൽ ഫീസ് 4000 ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ഉണ്ട്, വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, പിന്നെ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. ജനുവരി 19 മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. ചാൻസ് മിസ് ചെയ്യരുത്, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതുപോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ 2 നമ്പറും സേവ് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയട്ടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.